ഭൂമിയിൽ ഒരാൾക്ക് ഏകദേശം 1.5 അടി ഉയരത്തിൽ വരെ ചാടാൻ സാധിക്കും. എന്നാൽ മറ്റ് ഗ്രഹങ്ങളിൽ എത്ര അടി ഉയരം വരെ ചാടാൻ സാധിക്കുമെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഓരോ ഗ്രഹത്തിലും എത്തി ചാടി കാണിക്കാൻ എൻ്റെ ഒരു ഫ്രണ്ട് കൂടെ ഉണ്ട്. എന്നാൽ നമുക്ക് പോയാലോ? റെഡി? ഈശ്വര, എന്താകുമോ എന്തോ. സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹവും സൂര്യനോട് ഏറ്റവും അടുത്തു നിൽക്കുന്നതുമായ ഗ്രഹമാണ് ബുധൻ. ഈ കാണുന്നതാണ് ബുധൻ. ഏകദേശം 4 അടി ഉയരത്തിൽ വരെ ചാടാൻ സാധിക്കും. ഇവിടെ പകൽ സമയം 800 ഡിഗ്രി ഫാരൻഹീറ്റ് വരെ ചൂടാകും. രാത്രിയാണെങ്കിൽ അത് 280-ലെത്തും. ഇനി ശുക്രൻ്റെ അടുത്തേക്ക് പോകാം. 96%-ലധികം കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയ 4 ഭൗമഗ്രഹങ്ങളിലെ ഏറ്റവും സാന്ദ്രമായ അന്തരീക്ഷമാണ് ഇതിന്. ഗ്രഹത്തിൻ്റെ ഉപരിതലത്തിലെ ഏറ്റവും സാന്ദ്രമായ അന്തരീക്ഷമർദ്ദം ഭൂമിയുടെ സമുദ്രനിരപ്പിൻ്റെ 92 ഇരട്ടിയാണ്. ഈ കാണുന്നതാണ് ശുക്രൻ. ഏകദേശം 1.7 അടി ഉയരത്തിൽ വരെ ചാടാൻ സാധിക്കും. ഇനി നമുക്ക് ചന്ദ്രനിലേക്ക് പോകാം. സൗരയൂഥത്തിലെ 5ാമത്തെ വലിയ ഉപഗ്രഹമാണിത്. ചന്ദ്രൻ്റെ ഉപരിതല ഗുരുത്വാകർഷണം ഭൂമിയുടെ 6-1. ഈ കാണുന്നതാണ് ചന്ദ്രൻ. ഏകദേശം 9 അടി ഉയരത്തിൽ വരെ ഇവിടെ ചാടാൻ സാധിക്കും. ഇനി നമുക്ക് ചൊവ്വ ഗ്രഹത്തിലേക്ക് പോകാം. റെഡ് പ്ലാനറ്റ് എന്നാണ് ചൊവ്വ ഗ്രഹത്തെ അറിയപ്പെടുന്നത്. ഇതാണ് ചൊവ്വ ഗ്രഹം. ഏകദേശം 4 അടി ഉയരം വരെ ചാടാൻ സാധിക്കും. ഇവിടെ വൈകുന്നേരം സൂര്യനെ നീല നിറത്തിൽ കാണാൻ സാധിക്കും. ചൊവ്വയുടെ 2 പ്രകൃതിദത്ത ഉപഗ്രഹങ്ങളിൽ ഏറ്റവും വലുതാണ് ഫോബോസ്. ഈ കാണുന്നതാണ് ഫോബോസ്. ഒരു സെക്കൻഡ്, നീ ഇവിടെ ചാടാൻ നിൽക്കല്ലേ. കാര്യമുണ്ട്. ഇവിടെ ചാടിക്കഴിഞ്ഞാൽ ആള് മുകളിൽ പോയാൽ തിരിച്ചു വരത്തില്ല. ഇവനെ കൊണ്ട് ഇനിയും ചാടിപ്പിക്കാനുള്ളതാണ്. അപ്പോൾ ഇനി പുതിയൊരു സ്ഥലത്തേക്ക് പോയാലോ? റെഡി? ഇതാണ് സെറസ്. ചൊവ്വയുടെയും വ്യാഴത്തിൻ്റെയും ഭ്രമണപഥങ്ങൾക്കിടയിലുള്ള ചിഹ്നഗ്രഹ വലയത്തിലെ ഏറ്റവും വലിയവനാണ് ഇവൻ. ഇവിടെ നിന്ന് ചാടിക്കഴിഞ്ഞാൽ ഏകദേശം 52 അടി വരെ ഉയരത്തിൽ എത്താൻ സാധിക്കും. ഇനി നമുക്ക് വ്യാഴത്തിലേക്ക് പോകാം. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം. ഇവിടെ അന്തരീക്ഷ താപനില വളരെയധികം കൂടുതലാണ്. ഈ കാണുന്നതാണ് വ്യാഴം. ഏകദേശം 1/2 അടി ഉയരത്തിൽ മാത്രമേ ഇവിടെ ചാടാൻ സാധിക്കൂ. ഇവിടെ ഒന്ന് ചാടാൻ അല്പം ഒന്ന് ബുദ്ധിമുട്ടും. ഇതാണ് വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ ഗാനിമേഡ്. ഇവിടെ ചാടിയാൽ ഏകദേശം 10 അടി ഉയരം വരെ എത്താൻ സാധിക്കും. ഇനി ശനിയിലേക്ക് പോകാം. സൂര്യനിൽ നിന്നുള്ള 6ാമത്തെ ഗ്രഹവും വ്യാഴത്തിന് ശേഷം സൗരയൂഥത്തിലെ 2ാമത്തെ വലിയ ഗ്രഹവുമാണ് ശനി. ഈ കാണുന്നതാണ് ശനി. ഏകദേശം 1.4 അടി ഉയരത്തിൽ വരെ ചാടാൻ സാധിക്കും. ശനിയുടെ ഏറ്റവും വലിയ ഉപഗ്രഹവും സൗരയൂഥത്തിലെ 2ാമത്തെ വലിയ പ്രകൃതിദത്ത ഉപഗ്രഹവുമാണ് ടൈറ്റൻ. ഏകദേശം 11 അടി ഉയരത്തിൽ വരെ ഇവിടെ ചാടാൻ സാധിക്കും. സൂര്യനിൽ നിന്നുള്ള 7ാമത്തെ ഗ്രഹമാണ് യുറാനസ്. സൗരയൂഥത്തിലെ ഏറ്റവും തണുപ്പുള്ള ഗ്രഹാന്തരീക്ഷമാണ് ഇതിനുള്ളത്. ഏകദേശം -377 ഡിഗ്രി ഫാരൻഹീറ്റ്. ഈ കാണുന്നതാണ് യുറാനസ്. ഏകദേശം 1.7 അടി ഉയരത്തിൽ വരെ ചാടാൻ സാധിക്കും. ഇതാണ് നെപ്റ്റ്യൂൺ. ഇവിടെ ഏകദേശം 1.3 അടി ഉയരത്തിൽ വരെ ചാടാൻ സാധിക്കും. നെപ്റ്റ്യൂൺ ഗ്രഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രകൃതിദത്ത ഉപഗ്രഹമാണ് ട്രൈറ്റൺ. ഇവിടെ ഏകദേശം 19 അടി ഉയരത്തിൽ വരെ ചാടാൻ സാധിക്കും. ഈ കാണുന്നതാണ് പ്ലൂട്ടോ. ഏകദേശം 25 അടി ഉയരത്തിൽ വരെ ചാടാൻ സാധിക്കും. ഇനി നമുക്ക് കുള്ളഗ്രഹമായ ഈറിസിൽ ചാടി നോക്കാം. ഇവിടെ ഏകദേശം 18 അടി ഉയരത്തിൽ വരെ ചാടാൻ സാധിക്കും. എൻ്റെ അമ്മോ, ചാടി ചാടി തളന്ന് വയ്യ ഇനി വയ്യ. നീ വിട്ടോ. പുതിയൊരു വീഡിയോയുമായി വരും ദിവസങ്ങളിൽ കാണാം. ബൈ. മടുത്തന്നേ ചാടി, അതുകൊണ്ടാ. അയ്യോ.